അങ്ങനെ നാം ക്രിക്കറ്റ് ആരാധകർ ഏവരും കാത്തിരുന്ന ആ ഒരു മത്സരം ഇന്നലെ സമാപിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ഇന്നലെ ദുബായിൽ അവസാനിച്ചപ്പോൾ തീർച്ചയായിട്ടും ആവേശകരമായ മത്സരം തന്നെയായിരുന്നു ദുബായിൽ ഇന്നലെ സമാപിച്ചത്. ആ മത്സരത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ ടീം ഇന്ത്യക്ക് സാധിച്ചു. ഗ്രൗണ്ടിൽ വലിയ ആവേശമൊന്നും കണ്ടില്ല എങ്കിലും ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ച് ആവേശത്തിൻ്റെ കൊടുമുടി കയറാൻ സാധിച്ച മത്സരമാണ് ഇന്നലെ സമാപിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നലത്തെ മത്സരത്തിൽ സെഞ്ചുറി പ്രകടനവുമായി നമ്മുടെ കിങ് കോഹ്ലി അദ്ദേഹത്തിൻ്റെ ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന പ്രകടനമാണ് വിരാട് കോഹ്ലിയുടെ ഭാഗത്തു തന്നെ ഇന്നലെ ഉണ്ടായത്. പാകിസ്ഥാൻ തീയുണ്ടകളെ അനായാസം നേരിട്ട കോഹ്ലിയുടെ സെഞ്ചുറി പ്രകടനം ഇന്ത്യയുടെ വിജയവും അനായാസമാക്കി. കോഹ്ലിക്കൊപ്പം ശുഭ്മാൻ ഗില്ലും ശ്രേയസ് അയ്യരും മികച്ച പ്രകടനം കാഴ്ച. ടോസ് നേടി ദുബായിൽ ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ പാകിസ്ഥാൻ 241 റൺസിൽ ഇന്നിങ്സ് അവസാനിപ്പിച്ചു. ഇന്നിങ്സിൽ 3 വിക്കറ്റുകളുമായി കുൽദീപ് യാദവും 2 വിക്കറ്റ് നേടി ഹർദിക് പാണ്ഡ്യയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അതോടൊപ്പം ഹർദിക് പാണ്ഡ്യയും കുൽദീപ് യാദവും ഇന്നലത്തെ മത്സരത്തിൽ ഓരോ നാഴികക്കല്ല് പിന്നിട്ടു. ഹർദിക് പാണ്ഡ്യ ഏകദിനങ്ങളിൽ 200 വിക്കറ്റ് നേടുന്ന ബോളറായപ്പോൾ കുൽദീപ് യാദവ് തൻ്റെ ഏകദിന കരിയറിൽ 300 വിക്കറ്റ് തികച്ചു. കിങ് കോഹ്ലി സെഞ്ചുറിക്കൊപ്പം അദ്ദേഹം പുതിയൊരു ചരിത്രം കൂടി രചിച്ചു. കിങ് കോഹ്ലി ഇന്നലത്തെ മത്സരത്തിൽ സൂപ്പർ ബാറ്റർ സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡും കൂടെ തകർത്തെറിഞ്ഞ മത്സരമായിരുന്നു ഇന്നലത്തേത്. ഏറ്റവും വേഗത്തിൽ 14,000 റൺസ് നേടുന്ന ക്ലബിൽ കിങ് കോഹ്ലി ഇന്നലത്തെ സെഞ്ചുറിയോടുകൂടി എത്തിച്ചേർന്നു. ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയില്ലെങ്കിലും ടീം ഇന്ത്യയെ പരാജയപ്പെടുത്തിയാൽ മതി എന്ന പാകിസ്ഥാൻ ടീമിൻ്റെ ആഗ്രഹം ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നു തന്നെ പുറത്തായിക്കൊണ്ട് ടീം ഇന്ത്യ സാക്ഷാത്കരിച്ചു കൊടുത്തു. ഇനി പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മഹാത്ഭുതങ്ങൾ തന്നെ സംഭവിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇന്ത്യ ആണെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ കിരീടത്തിന് ഒരു പടി കൂടി അടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഇന്നത്തെ പ്രകടനം ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന ടീമുകളൊന്നായി ഇന്ത്യയെ മാറ്റി എന്നത് സത്യമായ കാര്യമാണ്. ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെയും ഇന്നലെ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെയും പരാജയപ്പെടുത്തിയ ടീം ഇന്ത്യക്ക് ഇനിയുള്ള മത്സരം ന്യൂസിലാൻഡിനെതിരെയാണ്. ന്യൂസിലാൻഡിനെതിരെ കളിക്കാനിറങ്ങുന്ന ടീം ഇന്ത്യക്ക് ഒരു കടം വീട്ടാനുണ്ട്. ഇന്ത്യയിൽ വന്ന് ഇന്ത്യയെ വൈറ്റ് വാഷ് ചെയ്ത ന്യൂസിലാൻഡിനെതിരെ ഒരു മധുരപ്രതികാരം തീർക്കുവാൻ ഇറങ്ങുന്ന ടീം ഇന്ത്യക്ക് കഴിഞ്ഞ 2 മത്സരങ്ങളുടെ വിജയം കൂടുതൽ ആത്മവിശ്വാസം പകരുമെന്നുറപ്പ്. ഇനിയുള്ള മത്സരങ്ങളിലും ടീം ഇന്ത്യക്ക് മിന്നും പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ചാമ്പ്യൻസ് ട്രോഫിയുടെ കൂടുതൽ വിശേഷങ്ങളുമായി എല്ലാവർക്കും ശുഭദിനം.